ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുനെല്ലി വനത്തിലാണ്. വളരെ മനോഹരമായ ഒരു കാടിനുള്ളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യാത്ര ആരംഭിച്ചത് മാനന്തവാടിയിൽ നിന്നാണെന്ന് പറഞ്ഞു. നമ്മൾ മാനന്തവാടിയിൽ നിന്ന് കുറേ ദൂരം മുന്നോട്ട് വന്ന് കാട്ടിക്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. അങ്ങനെ കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിയിലേക്കുള്ള വനപാതയിൽ കുറേ ദൂരം വന്നു കഴിയുമ്പോഴത്തേനും വഴി രണ്ടായിട്ട് പിരിയുന്നത് കാണാം. അതൊന്ന് പോകുന്നത് തോൽപ്പൊട്ടി എന്ന സ്ഥലത്തേക്കാണ്, ഒന്ന് പോകുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുമാണ്. അവിടെ വരുന്ന വഴിക്കൊക്കെ നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതിനോട് ചേർന്ന് ഒരു ഉണ്ണിയപ്പക്കടയുണ്ട്. അതിൻ്റെ മുൻപിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഉണ്ണിയപ്പം മേടിച്ച് കഴിച്ചിട്ടായിക്കോട്ടെ ഇന്നത്തെ യാത്ര എന്ന് വിചാരിച്ചു. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. നമ്മളെന്തായാലും അങ്ങനെ ആ ഉണ്ണിയപ്പക്കടയിൽ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? എത്ര മാർക്ക് കിട്ടുമെന്ന് നീ പറയണം. ഇവർ പിന്നെ ഡെയിലി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ്. ഈ ഉണ്ണിയപ്പക്കട വളരെ പ്രസിദ്ധമാണ്. ടൂറിസ്റ്റുകളുടെ ഇടയിലായാലും തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലായാലും. നമ്മൾ ഈ വഴി സഞ്ചരിക്കുമ്പോൾ നേരത്തെ ബിബിൻ പറഞ്ഞ പോലെ തോൽപ്പെട്ടിയിലേക്കും തിരുനെല്ലി ക്ഷേത്രത്തിലേക്കും റോഡ് തിരിയുന്ന ആ ഭാഗത്ത് തന്നെയാണ്. ഒരു വളരെ സ്ട്രാറ്റജിക് പോയിന്റിലാണ് ഈ ഉണ്ണിയപ്പക്കട ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണിൽ പെടുന്നതാണ്. എപ്പോഴും അവിടെ നോക്കിയാൽ നല്ല തിരക്കുള്ളതാണ്. ഇവിടെ ദിവസേന എന്നോണമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ അത് അപ്പം തന്നെ തീരുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ ഉണ്ണിയപ്പം കൂടാതെ ഇവിടെ ഇഡലി, സാമ്പാർ, ചട്നിയൊക്കെ കിട്ടുന്നുണ്ട്. രാവിലെ വന്നാൽ അത് കിട്ടും. ഇതുകൂടാതെ ഈ കടയിൽ വനവിഭവങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഈ കടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കാടിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടയാണ്. അപ്പോൾ ആ കാടുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ, പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ പുല്ല് മേഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കടയാണ് ഈ ഉണ്ണിയപ്പക്കട. അപ്പോൾ നമുക്ക് ഈ ഉണ്ണിയപ്പം ഒന്ന് കഴിച്ചു നോക്കാം, അത് എങ്ങനെയുണ്ടെന്ന്. നീ ഒന്ന് കഴിച്ചു നോക്കി. ചെറിയ ചൂടുണ്ട് അല്ലേ? ഇപ്പോഴും ചൂട് പോയിട്ടില്ല. രാവിലെ ഉണ്ടാക്കുന്നതായിരിക്കും. സാറ് നേരത്തെ വന്ന സമയത്ത് കഴിച്ചിട്ടില്ലേ? ഞാനിത് നേരത്തെ വന്നിട്ടുണ്ട്. നീ ആദ്യമായിട്ടാണോ വരുന്നത്? ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ഒരു ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് സാധിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 10 എത്ര മാർക്ക് നീ കൊടുക്കുന്നതിന്? എന്നാൽ 10 9 ഇരിക്കട്ടെ. അങ്ങനെയാണല്ലേ? അല്ല, നല്ല ഉണ്ണിയപ്പമാണ് കേട്ടോ. ഈ ഒരു വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും അത് എല്ലാവരും ട്രൈ ചെയ്യാറുണ്ട്. ഈ കടയിൽ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ വണ്ടി നിർത്താറുണ്ട്. അവർ ഈ ഉണ്ണിയപ്പം വാങ്ങിക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ വില പറഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് അവിടെ ഒരു പാക്കറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു പാക്കറ്റിനകത്ത് 10 ഉണ്ണിയപ്പം ഉണ്ടാവും. അപ്പോൾ ഈ 10 ഉണ്ണിയപ്പത്തിന് അവർ 60 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 60 രൂപ നഷ്ടമില്ല. പിന്നെ നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇഡ്ഡലി കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലിയുടെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക്, ഞാൻ മുന്നേ ഇഡ്ഡലി ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലിയാണ്. വറുത്തരച്ച് വെച്ച സാമ്പാറൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ സാമ്പാറിനെ സംബന്ധിച്ചൊരു കഥ പറയുകയാണെങ്കിൽ, ഈ സാമ്പാർ നമ്മുടെ തെക്ക് നിന്ന് വടക്കോട്ട് വരുന്തോറും സാമ്പാറിൻ്റെ രുചി മാറി മാറി വരും. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആണെങ്കിൽ സാമ്പാർ അങ്ങനെ ഒരു വറുത്തരച്ച് വെച്ച സാമ്പാറല്ല, പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു സാമ്പാറാണ്. എന്നാലും നമ്മൾ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ സാമ്പാറിൻ്റെ ഒരു രൂപവും ഭാവവും ഒക്കെ മാറും, രുചിയുമൊക്കെ മാറും. വടക്കോട്ടൊക്കെ വരുമ്പോൾ അത് തേങ്ങ വറുത്തരച്ചൊക്കെ വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കർണാടകത്തിലൊക്കെ എത്തിയാൽ സാമ്പാർ മധുരിക്കും അല്ലേ? നമ്മൾ ഇനി പോകാൻ ഇരിക്കുകയാണ്, നമ്മൾ ഗുണ്ടൽപേട്ടിലേക്കൊക്കെ പോകാൻ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗുണ്ടൽപേട്ടിൽ നമ്മൾ മുന്നേ പോയിട്ട് ഉള്ളപ്പോഴും സാമ്പാർ കഴിച്ചപ്പോൾ നല്ല മധുരമായിരുന്നു. ഓർമ്മയില്ലേ? കുറച്ച് ശർക്കരയൊക്കെ ശർക്കരയോ എന്തോ മധുരം ഉണ്ട് എന്തായാലും സാമ്പാറിന്. അപ്പോൾ തമിഴ്നാട്ടുകാരുടെ സാമ്പാർ വേറൊന്ന്, കേരളത്തിൻ്റെ തെക്കോട്ട് വടക്കോട്ട് വരുമ്പോൾ സാമ്പാറിൻ്റെ രുചി മാറി മാറി വരും. കർണാടകയിൽ ചെല്ലുമ്പോൾ മധുരം. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും പല രീതിയിലുള്ള സാമ്പാറുകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉണ്ണിയപ്പക്കടയിൽ നിന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിലെ വരുമ്പോൾ ഈ ഉണ്ണിയപ്പം ഒന്ന് വാങ്ങി കഴിച്ചു നോക്കണം. നല്ല രുചികരമായ ഉണ്ണിയപ്പം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി യാത്ര തുടരാം. ഏകദേശം ഒരു 7-8 കിലോമീറ്ററോളം മുന്നോട്ട് പോകാനുണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട്. നമ്മൾ ആദ്യം പോകുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതെന്താണെന്നുള്ളത് അവിടെ എത്തിയതിന് ശേഷം പറയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടരാം. നമ്മൾ ഉണ്ണിയപ്പക്കടയിൽ നിന്ന് ഉണ്ണിയപ്പമൊക്കെ കഴിച്ചതിന് ശേഷം വനപാതയിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച് തിരുനെല്ലി ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ക്ഷേത്രം വയനാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ദക്ഷിണകാശി എന്നാണ്. പിതൃക്കൾക്ക്
ബലിതർപ്പണത്തിനായി ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ ക്ഷേത്ര പരിസരത്തുള്ള പാപനാശിനിയിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്താറുള്ളത്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ തിരുനെല്ലി ക്ഷേത്രത്തിൽ നമ്മൾ എത്തുമ്പോൾ ധാരാളം പാർക്കിംഗ് സ്പേസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതുകൂടാതെ ഏറ്റവും മുകളിൽ ക്ഷേത്രത്തിനോട് ചേർന്ന് ദേവസ്വത്തിന്റെ പാർക്കിംഗ് സ്പേസുമുണ്ട്. ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യുന്നതിന് 20 രൂപയാണ് ഫീ. നല്ല തിരക്കുള്ള സമയങ്ങളിൽ ഈ പാർക്കിംഗ് സ്പേസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റു ഭാഗങ്ങളിലുള്ള പാർക്കിംഗ് സ്പേസുകളിൽ വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ്. വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം കുറച്ച് പടവുകൾ താണ്ടി വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഒരു വിധത്തിലുള്ള ക്യാമറയും മറ്റു മൊബൈൽ ഫോണുകളും അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണും ക്യാമറയും ഒക്കെ കാറിൽ സുരക്ഷിതമായി വെച്ചതിന് ശേഷം വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് തൊഴുതതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ഷേത്രത്തിന് പുറകിൽ നിന്ന് താഴേക്ക് പോകുന്ന പടവുകൾ കാണാനാകും. ഈ പടവുകളിലൂടെ നമ്മൾ മെല്ലെ താഴേക്ക് ഇറങ്ങുമ്പോൾ പടവുകൾക്ക് ഇരുവശവും പൂജാ സാധനങ്ങളും മറ്റു സാധനങ്ങളും വിൽക്കുന്ന ചെറുകടകളും കാണാൻ കഴിയും. അങ്ങനെ ഈ കടകളുടെ മുൻഭാഗത്തുള്ള പടവുകളിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ പോകുന്ന വഴിയിൽ പാതയുടെ ഇടതുവശത്ത് ഒരു പഞ്ചതീർത്ഥ കുളമുണ്ട്. ഈ പഞ്ചതീർത്ഥ കുളത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് പാപനാശത്തേക്കാണ്. ഈ പാപനാശത്തേക്ക് പോകുന്ന പാതകളൊക്കെ പഴയ കാലത്ത് വളരെ ബുദ്ധിമുട്ടേറിയ കൂർത്ത കല്ലുകളും മറ്റും നിറഞ്ഞിരുന്ന ഒരു പാതയായിരുന്നു. ഇപ്പോൾ ദേവസ്വം വളരെ ഭംഗിയായിട്ട് അവിടെ ഒരു നടപ്പാത തീർത്തിട്ടുണ്ട്. ഈ നടപ്പാതയ്ക്ക് ഇരുവശങ്ങളിലും കൈവരികളൊക്കെ തീർത്തിട്ടുണ്ട്. അതേപോലെ താഴെ ഗ്രാനൈറ്റ് പാളികൾ പാകി ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭംഗിയേറിയ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ച് കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പാപനാശം എന്ന തീർത്ഥത്തിൽ എത്താൻ കഴിയും. ഈ പാപനാശം എന്ന് പറയുന്നത് ഒരു ചെറിയ അരുവിയാണ്. ആ അരുവിയിലാണ് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത്. നമ്മൾ ഈ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾക്ക് വഴികാട്ടിയായിട്ട് പല ഭാഗത്തും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് എത്തിച്ചേർന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഒരു വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടിക മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം, ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. ക്ഷേത്രത്തിന്റെ തറയിൽ വലിയ കരിങ്കൽ പാളികൾ പാകിയിരിക്കുന്നു. നവരാത്രി, ശിവരാത്രി, കർക്കിടകം എന്നീ മാസങ്ങളിലെ കറുത്ത വാവ്, ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു. പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായുള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം. വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടത്താറുണ്ട് എന്നൊരു പ്രത്യേകതയും ഉണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യം പറയുകയാണെങ്കിൽ, ചേര രാജാക്കന്മാരായ ഭാസ്കരവർമ്മൻ 1, 2 എന്നിവരുടെ കാലത്തുള്ള ചെമ്പാലേഖനങ്ങളിൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളുണ്ട്. തിരുനെല്ലി ഗ്രാമത്തിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ ഈ ചെമ്പ് തകിടുകൾ തിരുനെല്ലി ഗ്രാമത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. AD 9-ാം നൂറ്റാണ്ട് വരെ ഈ ചെമ്പ് തകിടുകൾക്ക് പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. കൂടാതെ കൂർഗിലെ രാജാക്കന്മാരുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിനടുത്തുള്ള ചില കൽപ്രതിമകളുടെ അവശിഷ്ടങ്ങൾ കൂർഗ് രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പുറകു ഭാഗത്തായി നമ്മൾക്ക് കരിങ്കല്ലിൽ തീർത്ത ഒരു പാത്തി കാണാനാകും. ഈ കരിങ്കൽ പാത്തിയിലൂടെയാണ് മലമുകളിൽ നിന്ന് ജലം ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് എത്തിച്ചിരുന്നത്. ഈ പുരാതനമായ നിർമ്മിതി ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കായി ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. നമ്മളങ്ങനെ തിരുനെല്ലി ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ ചുറ്റി നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു നെയ്ത്ത് ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ നെയ്ത്ത് ഗ്രാമത്തിന് വളരെയേറെ സവിശേഷതകളുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ തൊഴിലെടുക്കുന്നതെല്ലാം സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ നെയ്ത്തുശാല. ഈ നെയ്ത്തുശാലയുടെ ചെറിയൊരു ചരിത്രവും ഇതിൻ്റെ പ്രവർത്തന രീതികളുമൊക്കെ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ സൂപ്പർവൈസറായിട്ടുള്ള ശ്രീ ജോസിനുമായി സംസാരിച്ച് മനസ്സിലാക്കാം. ജോസിൻ, നമസ്കാരം. നമസ്കാരം. ഈ ഒരു പ്രദേശത്ത്, ഈ തിരുനെല്ലി, ഇവിടെ ഈ ഒരു നെയ്ത്തുശാല പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന, നമ്മൾ തൃശ്ശൂരിലാണ് ശരിക്കുമുള്ള ഇത് വരുന്നത്, ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് നമുക്ക് സൊസൈറ്റിയാണ് ശരിക്കും.
അതിൽ നിന്ന് കൈത്തറി തൊഴിലാളികൾ കുറേ പേര് ട്രെയിൻ ചെയ്ത് എടുത്തത് ഇവിടെ ആയതുകൊണ്ട് ഇവിടത്തേക്ക് മാറ്റിയതാണ് ഈ കൈത്തറി യൂണിറ്റ്. തൃശ്ശൂരിലാണ് നമ്മുടെ സൊസൈറ്റി വരുന്നത്. അപ്പം തൊഴിലാളികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇങ്ങോട്ടേക്ക് ആക്കിയതാണ്. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ തിരുനെല്ലി ഭാഗത്ത് ഈ പ്രദേശത്തുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് നെയ്ത്തുകാരായിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ ബേസ് ചെയ്തിട്ട് അവർക്ക് വരാനും പോകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ ഇതിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഓൾറെഡി കുറച്ച് പേരുണ്ടായിരുന്നു, 16-18ഓളം പേരുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് കൊഴിഞ്ഞൊഴിഞ്ഞ് പോയിട്ട് ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ, 10-12 പേരേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. അതിലും എല്ലാവരും പ്രായമായ ആൾക്കാരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും പോകുന്നത്. പ്രായത്തിൻ്റെ അസുഖങ്ങൾ പുതിയ ആൾക്കാർ വരുന്നുമില്ല. അതൊരു പ്രതിസന്ധിയാണ്, ശരിക്കും പ്രതിസന്ധിയാണ്. അതെ, അപ്പോൾ ജോസിൻ സൂചിപ്പിച്ചതുപോലെ ഈ കൈത്തറി മേഖല ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ധാരാളം പവർ ലൂംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കൈത്തറി രീതിയിൽ വസ്ത്രങ്ങൾ നെയ്തെടുക്കുമ്പോൾ അതിന് ഒരുപാട് മാനുവൽ എഫേർട്ട് ആവശ്യമായി വരുന്നുണ്ട്. അതിന് കുറേ സമയവും എടുക്കും. അതുപോലെ തന്നെ കൈത്തറി രീതിയിൽ വസ്ത്രങ്ങൾ നെയ്തെടുക്കുമ്പോൾ അതിന് വളരെ നാൾ ഈട് നിൽക്കുന്ന വസ്ത്രങ്ങളാണ് ലഭിക്കുക. അപ്പോൾ കൈത്തറി നെയ്തെടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി കോസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ പവർലൂമിൽ നെയ്തെടുക്കുമ്പോൾ അത്രയും കോസ്റ്റും ആവുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് പവർലൂമും കൈത്തറിയും തമ്മിലുള്ളൊരു വ്യത്യാസവും. അപ്പോൾ ഇങ്ങനെ ഒരു വില, കൈത്തറിയിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾക്ക് കുറച്ച് വില കൂടുതൽ വരുന്നത് കാരണം ആൾക്കാരത് സ്വീകരിക്കുന്നില്ല, അതല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു വസ്ത്രത്തിനൊരു മാർക്കറ്റ് ഇല്ലാതെ വരുമ്പോൾ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് വേതനം ലഭിക്കാതെ വരും. വേതനം ലഭിക്കാത്ത ഒരു മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരത്തില്ല. അതുകൊണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലഭ്യതക്കുറവ് കൈത്തറി മേഖലയിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ കൈത്തറി മേഖലയുടെ പ്രതിസന്ധിക്ക് കാരണം. ഇപ്പോൾ ജോസിൻ നമ്മളോട് സംസാരിച്ചപ്പോൾ ആദ്യകാലത്ത് ഇവിടെ ഒരു 10-16 ആൾക്കാർ ഒരുമിച്ചിരുന്ന് പണിയെടുത്തിരുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ ഇപ്പോൾ അത് ശുഷ്കിച്ച് അത്രയും ആൾക്കാരൊന്നും ഇല്ലാതെയാണ് ഈ സ്ഥാപനം ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഈ യൂണിറ്റിൽ എന്തൊക്കെ വസ്ത്രങ്ങളാണ് നെയ്യുന്നത്? മെയിനായിട്ട് ഷർട്ടിംഗ് ആണ്. സ്കൂൾ യൂണിഫോം നമുക്ക് ഗവൺമെൻറ് തരുന്നതാണ്. ഗവൺമെൻറ് തരുന്ന പറഞ്ഞാൽ നൂല്, വേതനം എല്ലാം ഗവൺമെൻറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ തുണി ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. അത് സൊസൈറ്റിക്ക് ഇത്ര വീതം വേതനമായിട്ട് വേറെ എന്നുള്ള രീതിയിലാണ് തരുന്നത്. നമ്മൾ അതിനകത്ത് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല, തുണി ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പേരെന്താണ്? പേര് വയനാട് നെയ്ത്ത് ഗ്രാമം എന്നാണ്. വയനാട് നെയ്ത്ത് ഗ്രാമം എന്നാണ് അല്ലേ? അപ്പോൾ ഇതിന്റെ ഒരു ചരിത്രവും മറ്റുമൊക്കെ എങ്ങനെയാണ്? അത് ഒഫീഷ്യലായിട്ട് അവിടുന്ന് സെക്രട്ടറി പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ജോസിൻ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് സെക്രട്ടറി ആയിരിക്കും കൂടുതൽ പറഞ്ഞു തരാൻ ഉചിതമായിട്ടുള്ള ആളെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ അതിൻ്റെ ഈ സൊസൈറ്റിയുടെ സ്ഥാപന ഉദ്ദേശവും ഇതിൻ്റെ ലക്ഷ്യവും മറ്റും എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഇതിൻ്റെ നെയ്ത്തൊക്കെ ഒന്ന് കാണാമല്ലോ. ശരി, ഓക്കെ. അങ്ങനെ നമ്മൾ ഈ കൈത്തറി യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവരുടെ നെയ്യുന്ന രീതിയും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ 2 തൊഴിലാളികളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിച്ച് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അമ്മയുടെ പേരെന്താണ്? രാധ. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രേമ. രാധയും പ്രേമയുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ എന്താണ് രാവിലെ തൊട്ട് നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? എത്ര മണിക്ക് ഇവിടെ വരും? 8:30 വരും. 8:30 വരും. അത് വൈകിട്ട് എത്ര മണി വരെ ഉണ്ടാവും? രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെ. 4:30 വരെ ഉണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ഒക്കെ കിട്ടും? 10:30 ബ്രേക്ക്, പിന്നെ ചായ കുടിക്കാൻ 10:30 മുതൽ 11 മണി വരെ. 11 മണി വരെ. ഉച്ചയ്ക്ക് ചോറിന് 1 മണി തൊട്ട് 1:30 വരെ. അപ്പോൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ടോ അതോ ഏതെങ്കിലും ഒരു ദിവസം അവധിയുണ്ടോ? അല്ല, ബാങ്ക് അവധിയുള്ള ദിവസം അവധിയാണ്. അങ്ങനെയാണ് അവധി. ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കും. അത് ശരി. അപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ വൈകിട്ട് വരെ ഇങ്ങനെ കൈവച്ചുള്ള പ്രവർത്തനമാണല്ലോ, കൈവച്ചും കാലുവെച്ചും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര കഠിനാധ്വാനമുള്ള പ്രവൃത്തിയല്ലേ? ദേഹമൊക്കെ വേദനിക്കാറല്ലേ? വേദനയുണ്ട്. അതെങ്ങനെയാ അത് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? 10 വർഷമായില്ലേ ഈ ജോലി തന്നെ ചെയ്യുന്നേ. അപ്പോൾ ഒരു ദിവസം നല്ല വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഴമ്പൊക്കെ തേച്ച് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു വീട്ടിലിരിക്കും 2 ദിവസം 3 ദിവസം. അപ്പൊ ഒരുപാട് ശാരീരിക അധ്വാനം വേണ്ട ഒരു പ്രവർത്തനമാണ് അല്ലേ? അപ്പൊ ഇതിന് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇതിന് ട്രെയിനിങ് ഒക്കെ എവിടെ കിട്ടിയത്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ട്രെയിനിങ്. ഇവിടെ തന്നെയാണ്. ഇവർക്കൊക്കെ ഇവിടെ തന്നെയാണ്. അമ്മ ഇപ്പൊ ഇത് ഇങ്ങനെ നെയ്യുന്നുണ്ടോ അതോ നൂല് നെയ്യുന്നുണ്ട്? അതാണ് ഇപ്പൊ ഇച്ചിരി പ്രായമൊക്കെ വയ്യാണ്ടായപ്പോ ഇറക്കി താഴെ അങ്ങോട്ട് താഴോട്ട് ഇറക്കി ഒരു പ്രൊമോഷൻ തന്നെ അങ്ങോട്ടാക്കി. അതെന്തായാലും ഇവിടെ വന്നിട്ട് ഇത് തുടങ്ങിട്ട് തന്നെ 14 വർഷമായി. അപ്പൊ ഒരു ദിവസം എത്ര മീറ്റർ ഒക്കെ നെയ്യും ഒരാള്? 5 മീറ്റർ, ചിലപ്പോ 6,
ചിലപ്പോ 4, അങ്ങനെ ഉറപ്പ് ഒരു ദിവസം പറയാൻ പറ്റില്ല. അത് ഒന്ന് ഇത് നൂല് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ നമുക്ക് ദേഹത്തിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഡാമേജ്, ഇത് ചരടൊക്കെ പൊന്തോ താഴൊക്കെ ചെയ്താല് അടിക്കുമ്പോ ബുദ്ധിമുട്ട് വരും. പിന്നെ ഈ തണുപ്പ് കാലത്തും നിങ്ങളുടെ സൂപ്പർവൈസർ പറഞ്ഞ് എന്തോ കൂടുതലാണ്, ഇതിങ്ങനെ വലിച്ചാൽ കിട്ടൂല സാറേ, അത് ഭയങ്കര ശക്തി അങ്ങനെ ടൈറ്റ് ആയി പോകും. ഈ തടി വികസിക്കുന്നുണ്ടായിരിക്കും തണുപ്പ് വന്നിട്ട്. അത് ശരി, ഈർപ്പി പോയി. ശമ്പളം എത്ര ആഴ്ചയിലാണ് കിട്ടുന്നത്? അതോ മാസത്തിലാ? മീറ്ററിനാണ് നമുക്ക്. മീറ്ററിന് എത്ര കിട്ടും? 1 മീറ്ററിന് 57 രൂപ. 57 രൂപ. അത് ഒരു മാസം എത്ര നമ്മൾ അടിക്കുന്നോ ആ തുണി അളന്നിട്ട് അതിന്റെ പൈസ അത് മാസത്തിൽ തരും. അപ്പൊ ഈ ജോലി കൊണ്ട് തൃപ്തരാണോ നിങ്ങൾ? അമ്മ എങ്ങനെയാണ്? ഞാൻ ഈ ജോലി കൊണ്ട് തന്നെ എല്ലാം ചെയ്യുന്നത്. ഇവിടെ അടുത്താണോ നിങ്ങളുടെ വീടൊക്കെ? വീട് അടുത്ത് തന്നെ. തിരുനെല്ലി ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. ജനിച്ചത് ഇവിടെ തന്നെ, വളർന്ന ഇപ്പൊ ജോലി ഇവിടെ തന്നെയാണ്. പൈസ അപ്പൊ ഇതുകൊണ്ട് കുടുംബം കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ടോ? ഇവിടെ സാധിക്കുന്നുണ്ട്, ഇല്ല എന്നാലും ഒരു ജോലി ഉണ്ട്. എവിടെ തപ്പണ്ട ജോലിക്ക്. അപ്പൊ എന്തായാലും വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്താല് നമുക്കൊരു വരുമാനം കിട്ടും. വേറെ മഴയും വെയിലൊന്നും കൊള്ളണ്ടല്ലോ. അതാണ് ഒരു ആശ്വാസം. ഇടിയും മഴയും കാറ്റും ഒന്നും കൊള്ളണ്ട. നമ്മൾ പുറത്തിറങ്ങി പണിക്കൊക്കെ പോയാൽ അല്ലേ, കൂലിപ്പണിക്കൊക്കെ പോയാൽ മഴയും വെയിലും എല്ലാം കൊള്ളാം. ഇത് സ്ഥിരം പണിയുണ്ട്, സ്ഥിരമായ ഒരു വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. 200 രൂപയാണെങ്കിൽ 200, 300 ആണെങ്കിൽ 300, 150 ആണെങ്കിൽ 150, സ്ഥിരം ഒരു വരുമാനമാണ്. അപ്പൊ നമുക്കൊരു പട്ടിണി ഇല്ലാതെ കഴിയാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഇതിനൊട്ടുന്നൊരു ഗുണം. പിന്നെ എല്ലാ ചെലവും നടക്കാൻ പറ്റില്ല, എന്നാലും ഒരു ജോലിയാണ് എന്ന് പറയാം. പിന്നെ തൃപ്തി അങ്ങനത്തെ ഒക്കെ പിടിക്കും, സാധിക്കുന്നുണ്ട്. പട്ടിണില്ലാണ് നമുക്ക് ഒരു നേരത്തിൽ കഞ്ഞി കുടിച്ചിട്ട് പോവാനുള്ളത് എവിടെ തിരയണ്ട, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പറഞ്ഞ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇവിടെ ജോലി എടുക്കുന്നത് കൊണ്ട് അവരുടെ കുടുംബത്തിന് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകാൻ സാധിക്കുന്നു എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. എന്തായാലും അതൊരു സന്തോഷകരമായ വാർത്തയാണ്. അവർ വെറുതെ വീട്ടിലിരുന്ന് സമയം പോക്കാതെ അവരുടെ അധ്വാനം ഇവിടെ ചെലവഴിച്ചിട്ട് അവരുടെ കുടുംബം പട്ടിണിയില്ലാതെ പോകാൻ കഴിയുന്നുണ്ട് എന്നത് ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളങ്ങനെ തിരുനെല്ലിയിലുള്ള ആ കൈത്തറി യൂണിറ്റൊക്കെ സന്ദർശിച്ചതിന് ശേഷം നമ്മൾ കുറേ സഞ്ചരിച്ച് തൃശ്ശിലേരി എന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തൃശ്ശിലേരിയിൽ ഒരു നെയ്ത്ത് ഗ്രാമമുണ്ട്. അപ്പോൾ നമ്മൾ ആ കണ്ട കൈത്തറി യൂണിറ്റൊക്കെ ഈ നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ നെയ്ത്ത് ഗ്രാമത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഷജീർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇത് സ്ഥാപിക്കാനിടയായ കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ മറ്റു വിവരങ്ങളുമൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ സന്തോഷം കണ്ടതിൽ. അപ്പോൾ എനിക്ക് അറിയാനുള്ളത് ഈ നെയ്ത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം തുടങ്ങാനുള്ള ഒരു പശ്ചാത്തലം, എന്തുകൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്, അത് ഏത് രീതിയിലാണ് ഇത് തുടങ്ങിയത്? ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ ക്വാസി ഗവൺമെൻറ് ആണെങ്കിലും അതിനെക്കുറിച്ചൊരു അറിഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ 1999 സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന സുശീല ഗോപാലൻ മേഡാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഒരുപാട് അവിവാഹിത അമ്മമാരും അതുപോലെ അൺവിഡ് ആയിട്ടുള്ള കുറേ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. ആദിവാസി മേഖലയാണോ? കൂടുതലും SC/ST ആണ്, ജനറലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ആണ് ഈ ഒരു സംരംഭം ആരംഭിച്ചത്. ടെക്സ്ഫെഡ്, കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ്റെ അണ്ടറിലാണ് ഇത് ചെയ്തത്. പക്ഷേ രജിസ്ട്രേഷൻ വരുന്നത് വ്യവസായ വകുപ്പിലാണ്. പിന്നെ കൂടാതെ നമുക്ക് മെയിൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രൈബൽ വകുപ്പ്. അതായത് ഇവിടെ 80% to 90% SC/ST കാറ്റഗറി ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ട്രൈബൽ വകുപ്പിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു സ്ഥാപനത്തിനുണ്ട്. കൂടാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നബാർഡിൻ്റെ നല്ലൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഈ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കിപ്പം മാർക്കറ്റിങ്ങിനാണെങ്കിലും ഒരു മൊബൈൽ റൂറൽ മാർട്ട്, അത് കേരളത്തിൽ തന്നെ ടെക്സ്റ്റൈൽ രംഗത്ത് ആദ്യമായിട്ടുള്ള ഒരു മൊബൈൽ റൂറൽ മാർട്ട് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു കോപ്പറേറ്റീവ് സംരംഭം പോലെയാണ്? അതെ, ഒരു സഹകരണ സ്ഥാപനം തന്നെയാണ്. ഗവൺമെന്റിന്റെ ഷെയർ ഉണ്ടാവും ഇതിൽ? കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ റീഇംബേഴ്സ് ചെയ്തു, തിരിച്ചടച്ചു, ആ രീതിയിലാണ്. ഗ്രാൻഡാണ് മെയിനായിട്ട് ഇത് വരും. 5.5 കോടിയുടെ ഒരു സംരംഭമാണ്. പിന്നെ നമുക്ക് മൊത്തം 14 ഏക്കറോളം സ്ഥലമുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം മാത്രം. പിന്നെ നമുക്കുള്ള ഒരു സബ് യൂണിറ്റ് ആണ് തിരുനെല്ലി, നിങ്ങൾ വിസിറ്റ് ചെയ്തല്ലോ ആ ഒരു യൂണിറ്റ്. അത് ഹാൻഡ്ലൂമിൻ്റെ? അതെ, അത് നമ്മൾ ഓൺ ബിൽഡിംഗ് അല്ല, അത് നമ്മൾ ഖാദി ബോർഡ്
നമുക്ക് തന്ന ഒരു ബിൽഡിംഗ് ആണ്. അത് റെന്റിനല്ല, അത് സൗജന്യമായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു നൂൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിരുന്നു ഖാദി ബോർഡ്. എന്തുകൊണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തിരുനെല്ലിയിൽ പോയി അവിടെ? കാരണം അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്, ഈ ഒരു മേഖല ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതുപോലെ തൊഴിലില്ലാതെ പണ്ട് കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവിടെ നിങ്ങൾ പോയപ്പം കണ്ടിട്ടുണ്ടാവും, ഒരു കാളിയേച്ചയൊക്കെ ഉണ്ട്, തുടക്കം മുതലേ ഉള്ളവരാണ്. അപ്പോൾ അവർക്കൊന്നും വേറൊരു ആ തൊഴിലുറപ്പൊന്നും പണ്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ആ ഒരു മേഖലയിൽ പിന്നെ വന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ അവർക്ക് ഇവിടെ വന്ന് പോകാനുള്ള ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ സ്ഥാപനം ഇത് 14 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഓഫീസും ഇവിടുത്തെ ജീവനക്കാരും ഈ തൊഴിലാളികളും ഒക്കെ ചേർന്ന് എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്ട്രെങ്ത് 72ആണ്. 72, 100 മേലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ തൊഴിലുറപ്പൊക്കെ വന്നപ്പം കുറച്ചുകൂടി അവർക്ക് കിട്ടുന്നതുകൊണ്ടായിരിക്കാം, വലിയ റിസ്ക് ഇല്ല, അതുകൊണ്ട് അങ്ങോട്ട് മാറി. നമ്മളിപ്പം ഇതാണ് മെയിൻ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. ഇവിടെ മെയിൻ ജീവനക്കാരായിട്ട് 4 പേരുള്ള സെക്രട്ടറി, ക്ലർക്ക്, അറ്റൻഡർ, ഡ്രൈവർ കം പിയൂണ്. പിന്നെ നമുക്കുള്ളത് കൈത്തറിയിലും യന്ത്രത്തറിയിലും ഉള്ള തൊഴിലാളികളാണ്. അവർ എല്ലാം കൂടി ഒരു 60 പേരോളം ഉണ്ട്. പിന്നെ നമുക്ക് മാർക്കറ്റിങ്ങിന് 2 പേരുണ്ട്. പിന്നെ ഷോറൂം സെയിൽസ്മാൻമാരായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഒരു ഭരണ സംവിധാനം എങ്ങനെയാണ്? നമുക്ക് ഒരു 9 അംഗ ഭരണസമിതിയാണുള്ളത്, പ്ലസ് 4 എക്സ് ഒഫീഷ്യോസ് ഉണ്ട്. അത് ഒരു പേഴ്സൺ ആയിരിക്കും, ഒരു ഡെസിഗ്നേഷൻ ആയിരിക്കും. ഒരു ഗവൺമെന്റിൽ ഡെപ്യൂട്ട് ചെയ്യുന്നവരായിരിക്കും. ഒന്ന് നമ്മുടെ വ്യവസായ വകുപ്പ് ഉണ്ടല്ലോ, വ്യവസായ വകുപ്പിൻ്റെ ജനറൽ മാനേജർ, പിന്നെ രണ്ടാമത്തത് ടെക്സ്ഫെഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, പിന്നെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ, പിന്നെ ഈ ഒരു പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് നോമിനേറ്റഡ് മെമ്പർ. ഓക്കെ, അങ്ങനെ 4 പേര്. അവർ എല്ലാ മീറ്റിങ്ങിനും പങ്കെടുക്കണം എന്നില്ല, അവർ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. എന്നാലും 9 അംഗ ഭരണസമിതി കൃത്യമായി. അപ്പോൾ ഈ ഭരണസമിതി ആയിരിക്കണം ഈ ഒരു സ്ഥാപനത്തിന്റെ പോളിസി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി എല്ലാ കാര്യങ്ങളും അവരെ അണ്ടറിലാണ് വരിക. ഇപ്പം നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ PJ ആന്റണിയാണ്, വൈസ് പ്രസിഡന്റ് ശ്രീമതി AN സുശീല, പിന്നെ 7 അംഗ ഡയറക്ടർമാർ. അങ്ങനെയുള്ള അതും നമ്മുടെ ഷെയർ ഡിവിഷൻ ഉണ്ട്, A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്, D ക്ലാസ് അങ്ങനെയുള്ളത്. അതിൽ A ക്ലാസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർ, B ക്ലാസ് എന്ന് പറയുന്നത് മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടുന്ന് നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. പിന്നെ C ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഷെയർ ആണ്. പിന്നെ D ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കേഴ്സ്. അപ്പോൾ പിന്നെ കുറേ പേർക്ക് ഇതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്, നമുക്ക് 550ഓളം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പൊതുവേ നമ്മുടെ ഈ സ്ഥാപനം ലാഭകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഇല്ല, നമുക്ക് നഷ്ടത്തിൽ തന്നെയാണ്. എന്നാലും ഒരു നഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടല്ല ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയുള്ള തൊഴിലാളികളെ സംരക്ഷിക്കുക, അവർക്ക് പിന്നെ നല്ല ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക, ചെറിയൊരു വരുമാനമാണ് അവർക്ക് കിട്ടാൻ രീതിയിലാണ്. അൺവെഡ് മദേഴ്സ് മുമ്പ് ഉണ്ടായിരുന്നപ്പോൾ കുറെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആശ്രിതരും ഇപ്പൊ ഇവിടെ ഉണ്ട്. ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള കാരണം അവിവാഹിതരായിട്ടുള്ള അമ്മമാര് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അത് ശരി. നമുക്ക് താഴെ ഒരു 19ഓളം കോട്ടേജസ് ഉണ്ട്. അതിൽ അവർക്ക് കോട്ടേഴ്സ് ഉണ്ട്. അവർക്ക് വെള്ളം ഫ്രീ ആണ്, ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്, പിന്നെ താമസിക്കാൻ വേറെ റെന്റോ ഒന്നും ആവശ്യമില്ല. അപ്പൊ അവർക്ക് ഇത് ചെയ്യും ആ രീതിയിൽ. പക്ഷെ ഇപ്പൊക്കെ കാലമൊക്കെ മാറി കേട്ടോ. ഇപ്പം എല്ലാവരും അടുത്ത ഒരു ഏരിയ എന്നൊക്കെ വരുന്നവരാണ്. പിന്നെ കല്യാണം കഴിയാത്ത കുറെ ചേച്ചിമാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, കുറച്ച് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിൽ. ഈവൻ കോവിഡ് വന്നപ്പോൾ പോലും ഞങ്ങൾ ആർക്കും സാലറി കൊടുക്കാതെ നിന്നിട്ടില്ല. അവർക്ക് ഒരു കുറച്ച് കോവിഡിന്റെ സമയത്ത് പ്രൊഡക്ഷൻ ഇല്ല, കാരണം ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ആവറേജ് കണ്ടിട്ട് അതിന്റെ ഒരു പകുതിയൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. പിന്നെ അവർ സേഫ് ആണ് ഇവിടെ. ഒരു സബ്സിസ്റ്റൻസ് അലവൻസ് പോലെ ആ സമയത്ത് ഇങ്ങനെ കൊടുത്തിരുന്നു. പിന്നെ ബോണസ്, EPF, ESI, മറ്റ് ആനുകൂല്യങ്ങൾ, കൈത്തറിക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, പ്രൊഡക്ഷൻ ഇൻസെന്റീവ്, കോൺട്രിബ്യൂട്ടറി ത്രിഫ്റ്റ് ഫണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പൊതുവായിട്ട് ഇവിടെ നടക്കുന്ന എന്തൊക്കെ തരം ഉൽപ്പന്നങ്ങളാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ കേരളത്തിൽ തന്നെ ഒരു സ്ഥാപനം ഇതുപോലെ കൈത്തറിയും യന്ത്രത്തറിയും ഒരുമിച്ചുണ്ടാവില്ല. അതാണ് ഇതിന് മെയിൻ പ്രത്യേകത. ഇവിടെ എന്ന് പറഞ്ഞാൽ കോട്ടൺ തുണിത്തരങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, പ്യുവർ കോട്ടൺ മാത്രമേ ചെയ്യുള്ളൂ. ബെഡ്ഷീറ്റ്, അതുപോലെ തോർത്ത്, മുണ്ടുകൾ, വിവിധതരം മുണ്ടുകൾ, ഷർട്ടിങ്, ഹണി കോംബ്, ഫ്ലോർ മാറ്റ്, പിന്നെ മോസ്കിറ്റോ നെറ്റ് എന്ന് വേണ്ട സകല സാധനങ്ങളും നെറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ റെഡിമെയ്ഡ് ഐറ്റംസിലൊക്കെ കുർത്തീസ്, അതുപോലെ ലേഡീസ് ഐറ്റംസ്, ഷർട്ട്, ജെൻസിൻ്റെ ഷർട്ട്, അങ്ങനെയൊക്കെ ചെയ്യാറ്. ഈ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഷോറൂംസ് തന്നെ ഉണ്ട്. ഓൺ ഷോറൂം നിങ്ങളുടെ തന്നെ നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഷോറൂം. അത് വയനാട് മാത്രമാണോ? വയനാട്ടിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് മീനങ്ങാടി, ഒന്ന് മാനന്തവാടി,
തൃശ്ശിലേരി, തിരുനെല്ലി 4 ഷോറൂമുണ്ട്. പ്ലസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ നബാർഡ് ധനസഹായം നൽകിയ ഒരു റൂറൽ മാർട്ട്, മൊബൈൽ റൂറൽ മാർട്ട്, അതിങ്ങനെ സഞ്ചരിക്കുന്ന അപ്പം നമ്മൾ ഈ ത്രിവേണീൻ്റെ ഒക്കെ വാഹനം കണ്ടിട്ടില്ലേ? അതേപോലെ തുണിയുടെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകും, അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യും, നിർത്തിയിടും. പിന്നെ നേരത്തെ അപ്പോയിൻമെൻറ്റ്സ് എടുക്കും. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടീവാണ്. ഇപ്പോൾ പൊതുവേ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഒരു ഓർഡർ തന്നാൽ ആ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പദ്ധതികളുണ്ട്? അതിൽ നമ്മൾ മുമ്പൊക്കെ ചെയ്തിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളൊരു ഹിൽ ഏരിയ, പിന്നെ യാൺ അവൈലബിലിറ്റി, ഡൈയിങ് ഒക്കെ നമ്മൾ പുറത്ത് കൊടുത്താൽ ചെയ്യുന്നത്. പൊല്യൂഷൻ്റെ വിഷയമുണ്ട്, താഴെയൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ ഡൈയിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോൾ ഒരു ഓർഡറൊക്കെ തന്നു കഴിഞ്ഞാൽ ബൾക്ക് ഓർഡറൊക്കെയാണ് നമ്മൾ ചെയ്യും. ചെറിയ ഓർഡേഴ്സ് ഒന്നും അങ്ങനെ ഇപ്പം ചെയ്യുന്നില്ല. പിന്നെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് വരും. പിന്നെ മുമ്പൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേയ്മെൻറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ തൽക്കാലം ഒന്ന് അത് റിയലൈസ് ചെയ്ത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഓ അങ്ങനെ. പിന്നെ നമുക്ക് ഗവൺമെൻറ് ഇപ്പം ഹോസ്പിറ്റൽസൊക്കെ കോവിഡ് സമയത്ത് നമുക്ക് കുറച്ചുണ്ടായ സ്റ്റോക്ക് മൊത്തം എടുത്തത് ബെഡ്ഷീറ്റ് തോർത്തൊക്കെ കൊണ്ടുപോയി. കോവിഡ് കുറേ ക്യാമ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങോട്ട്. പിന്നെ എല്ലാ വർഷവും നമുക്ക് TDO, ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ, ട്രൈബൽ വകുപ്പിൻ്റെ കീഴിലുള്ള MRSകൾ, അതുപോലെ ഹോസ്റ്റൽസ്, അവിടത്തേക്ക് വേണ്ട കുട്ടികൾക്കുള്ള നൈറ്റ് ഡ്രസ്സ്, യൂണിഫോംസ്, ബെഡ്ഷീറ്റ്, തോർത്തെല്ലാം നമ്മൾ ഗവൺമെന്റ് ഒരു ഡയറക്ഷൻ ഉണ്ടോ? ഈ നമുക്ക് സ്റ്റോർ പർച്ചേസിന്റെ ഓർഡർ ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് ഈ മറ്റേ വിത്തൗട്ട് ടെൻഡർ നമ്മൾ എടുക്കാം. പക്ഷെ അത് ഞങ്ങൾ കേരളത്തിൽ മൊത്തം കിട്ടാനും മറ്റ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടാനും ഒരുപാട് ശ്രമം നടത്തിയതാണ്. ഈ സ്റ്റോർ പർച്ചേസ് ഓർഡർ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് പോലും നമുക്ക് റിജക്ഷൻ വരിക ചെയ്തത് ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ നിലനിർത്തി പോകാൻ ഇതുപോലത്തെ കുറച്ച് സ്ഥാപനങ്ങളുടെ ഓർഡർ കിട്ടിയാൽ മതി. കണ്ടിന്യൂസ് ഓർഡർ കിട്ടിയാൽ നമുക്ക് വർക്ക് ഉണ്ട്, സെയില് പ്രോപ്പറായി നടക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സ്ഥാപനം നിലനിന്ന് പോയാൽ ഈ ഭാഗത്തുള്ള സാധുക്കളായ സ്ത്രീകൾക്ക് അവരുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു കാര്യം കൂടിയാണല്ലോ. ഇപ്പം തന്നെ നമ്മുടെ ഇവിടുന്ന് ഒഴിഞ്ഞുപോയ കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, വേറെ മറ്റ് ഷോപ്പുകളിലൊക്കെ നിൽക്കാൻ പറ്റും. പക്ഷെ അവരൊക്കെ അവിടുത്തെ ഇതൊക്കെ മതിയാക്കി തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഒരുപാട് ആപ്ലിക്കേഷൻ ഇപ്പോൾ പെൻഡിങ് ഉണ്ട്, വന്നിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് ഒരു 200 പേർക്കൊക്കെ ഇവിടെ വർക്ക് കൊടുക്കാം, ഒരു 3 ഷിഫ്റ്റ് ബേസിലൊക്കെ. പക്ഷെ ഈ മാർക്കറ്റിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും സെയിൽ വരുന്ന റിബേറ്റിനാണ്. സർക്കാർ 20% റിബേറ്റ് കൈത്തറിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ഫണ്ടൊക്കെ നമുക്ക് വരാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. റിബേറ്റിന്റെ 20% ആ എമൗണ്ട് നമുക്ക് സർക്കാരിൽ നിന്ന് തരേണ്ടതാണ്. കിട്ടും, ഏതെങ്കിലും ഒരു വർഷം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ. പിന്നെ എനിക്കറിയാനുള്ളത് നിങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് ഈ കൈത്തറി അല്ലാതെ തന്നെ മറ്റെന്തെങ്കിലും സംരംഭങ്ങളുണ്ടോ? ശരിക്കും നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ മൾട്ടിപർപ്പസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. മൾട്ടിപർപ്പസ് എന്ന് പറഞ്ഞാൽ വേറെ ഏത് തരത്തിലും, അതായത് വൈവിധ്യമാർന്ന രീതിയിലോട്ട് മാറിയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഈ ഒരു ഇതിലുണ്ട്. മെയിനായിട്ട് ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ സ്ഥലമാണ്. ഈ ലാൻഡ് നമ്മളിപ്പം ലീസിന് കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 വർഷം മുമ്പ്, അതായത് കൊറോണയ്ക്ക് ഒരു 2 വർഷം മുമ്പ് നമ്മളാണ് ചെയ്തത് കൃഷി. തൊഴിലാളികളും നമ്മളൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ നമ്മൾ നെൽകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു 5.5 ഏക്കർ വയലും 2.5 ഏക്കർ കരയും നമ്മൾ ലീസിന് കൊടുത്തു. അതൊരു പാർട്ടായിട്ട് 1 വർഷം കിട്ടും. പ്ലസ് നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടൂറിസം, ഒരു ഇൻഡസ്ട്രിയൽ ടൂറിസം കൊണ്ടുവരികയാണ്. ഈ ഒരു ടൂറിസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രൊഡക്ഷനൊക്കെ ആൾക്കാരെ കാണിക്കുക, അവർക്ക് നെയ്യാം, കൈത്തറിയാണ് അവർക്ക് നെയ്ത് ഇതാക്കാം, പിന്നെ ഫിഷിങ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്കൊരു ക്വാറി ഉണ്ട്, ആ ക്വാറിയിൽ ബോട്ടിങ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വലിയ ക്വാറിയാണോ? നല്ല ക്വാറിയാണ്. പിന്നെ അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഒരു വൈവിധ്യവൽക്കരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ അത്. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫുള്ളി ടെക്സ്റ്റൈൽ, പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വളരെ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് സ്ഥിരമായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഈവൻ നമ്മൾ ട്രിവാൻഡ്രത്തേക്കും എറണാകുളത്തേക്കും വരെ ഇവിടുന്ന് സാധനം കൊണ്ടുവന്നു ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട് അവര് ഇഷ്ടപ്പെട്ട നമ്പർ വാങ്ങും. വൺസ് യൂസ് ചെയ്താൽ വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. കാരണം ഒന്നും നശിച്ചു പോകില്ല, അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. നമ്മുടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശിലേരിയിലുള്ള വയനാട് നെയ്ത്ത് ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് നമ്മളോട് പറഞ്ഞു തന്നതിന് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഷജീറിനോട് നമുക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ താങ്ക് യു ഷജീർ, ഇത്രയും വിവരങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നതിൽ. വളരെ സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയതിന്. ബി ബ്രോ സ്റ്റോറീസ് അല്ലേ? ബി ബ്രോ സ്റ്റോറീസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ വയനാട്ടിലുള്ള തൃശ്ശിലേരി എന്ന സ്ഥലത്തെ നെയ്ത്ത് ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വന്നുകൊണ്ട് അറിയാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈടും പാവും ഒക്കെ ഉപയോഗിച്ച് കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്.
എന്തായാലും ഈ ഒരു യാത്രയിൽ നമുക്കത് കാണാനും അതിനെക്കുറിച്ച് അറിയാനൊക്കെ സാധിച്ചു. എന്തായാലും സർക്കാർ കൊണ്ടുവന്ന ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു സംരംഭം എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ, നമ്മുടെ ഷജീർ സാർ പറഞ്ഞതുപോലെ, ആദ്യകാലങ്ങളിൽ കല്യാണം കഴിക്കാത്ത അമ്മമാർക്ക് വേണ്ടി തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് തിരുനെല്ലി, അതിന് സമീപത്തുള്ള തൃശ്ശിലേരി എന്നീ സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ. യെസ്, ബൈ.